السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. وصلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سلام على إبراهيم. صدق الله العظيم وبلغ رسوله الكريم ونحن على ذلك من الشاهدين والشاكرين. الله أكبر الله أكبر الله أكبر لا إله إلا الله. الله أكبر الله أكبر ولله الحمد. ഏറെ സ്നേഹബഹുമാനാദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, എല്ലാവർക്കും ആദ്യമായി ഈദ് മുബാറക്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സാലിഹൽ അഅമാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പുണ്യദിനത്തെ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ സൽക്കർമ്മങ്ങളെ അല്ലാഹു തആല പരിപൂർണമായി കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്നും ജീവിതരേഖയിൽ വിട്ടുപിരിഞ്ഞു പോയവർ അല്ലാഹു തആല അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാം ശിഷ്ട ജീവിതം അല്ലാഹുവിൻ്റെ അനുസരണത്തിൽ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ചു തീർക്കാനുള്ള മഹാസൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ അല്ലാഹു തആല അവരുടെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞു പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമുക്കെല്ലാം അറിയാം. ഈദുൽ അദ്ഹ അഥവാ ബലിപെരുന്നാൾ. അതോടൊപ്പം തന്നെ ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പേര് കൂടിയുണ്ട്, യൗമുൻ നഹർ അഥവാ ബലിയുടെ ദിവസം എന്ന അർത്ഥം. ഉദ്ഹിയ, നഹർ ഇത്തരത്തിൽ പര്യായ പദങ്ങളാണ് ഈ പെരുന്നാളിനെ മറ്റുള്ള വിശേഷപ്പെട്ട ദിവസങ്ങളിൽ നിന്നും വേർതിരിച്ച് നിർത്തുന്നത്. അഥവാ ബലിയുമായി ബന്ധപ്പെട്ട പെരുന്നാൾ, അറവുമായി ബന്ധപ്പെട്ട പെരുന്നാൾ,
കേവലം ഈ ബലിദാനത്തെ ഉദഹിയത്തുമായി മാത്രം ബന്ധപ്പെടുത്തി നാം കാണേണ്ടുന്ന ഒന്നല്ല. അതിലൊരു ചരിത്രമുണ്ട്. വളരെ വ്യക്തമായി പരിശുദ്ധ ഖുർആൻ അടിവരയിട്ട് പറഞ്ഞ ഒരു ചരിത്രം. സൂറത്തുൽ സാഫാത്തിലെ 100-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇന്നത്തെ ദിവസം പരിപൂർണമായും അദ്ദേഹത്തിന്റെ സ്മരണയാണ്. എന്താ അദ്ദേഹത്തിന്റെ പ്രത്യേകത? അദ്ദേഹം പടച്ച തമ്പുരാനോട് തന്റെ വാർദ്ധക്യത്തിൽ ഒരു കുട്ടിക്ക് വേണ്ടി, തന്റെ ഒരു പിൻഗാമിക്ക് വേണ്ടി പടച്ചവനോട് നിരന്തരമായി ദുആ ചെയ്തിരുന്നു. എന്താണ് ദുആ? റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. അല്ലാഹുവേ, സാലിഹീങ്ങളിൽപ്പെട്ട ഒരു സന്താനത്തെ പടച്ചവനെ നീ എനിക്ക് ഔദാര്യമായി നൽകണേ എന്ന് അദ്ദേഹം നിരന്തരമായി ദുആ ചെയ്തിരുന്നു. തുടർന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്, ഫബശർനാഹു ബിഗുലാമിൻ ഹലീം. സഹനശീലനായ ഉത്കൃഷ്ടനായ ഒരു മകനെ കൊണ്ട് നാം അദ്ദേഹത്തിന് സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ പടച്ച തമ്പുരാൻ തുടർന്ന് പറയുന്നു, എന്തുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ദിവസം ബലി ദാനം അഥവാ ബലി പെരുന്നാളായി മാറി എന്നതിന്റെ സന്ദേശം ഉൾക്കൊള്ളുന്ന ആയത്ത് അല്ലാഹു തആല പറയുന്നു, ഫലമ്മാ ബലഅ മഅഉസ്സഇ. ഈ സഹനശീലനായ ഈ മകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോടൊപ്പം താങ്ങും തണലുമായി സഞ്ചരിക്കാൻ തുടങ്ങിയ സമയത്ത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ മകനോടൊരു പ്രഖ്യാപനം നടത്തുകയാണ്. തന്റെ വാർദ്ധക്യത്തിൽ ഇരുവശവുമുള്ള തന്റെ ഊതുവടികൾ പോലെ തന്നെ താങ്ങാനും തന്നെ പരിചരിക്കാനും പ്രാപ്തനായ ഒരു മകന്റെ മുഖത്ത് നോക്കി മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന പിതാവ് പറയുന്നു, ഖാല യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാം അന്നി അദ്ബഹുക. അല്ലയോ എന്റെ മകനെ, ഖാല യാ ബുനയ്യ. പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അങ്ങനെയാണ്, ബുനയ്യ, എന്റെ കുഞ്ഞു മോനെ. വാത്സല്യത്തോടുന്ന ഒരു പ്രയോഗമാണത്. യാ ബുനയ്യ, എന്റെ കുഞ്ഞു മകനെ, ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക. ഞാൻ സ്വപ്നത്തിൽ ദർശിച്ചിരിക്കുന്നു, തീർച്ചയായും നിന്നെ പടച്ചവന് വേണ്ടി ബലി കൊടുക്കണം എന്ന്. പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വപ്നം എന്ന് പറയുന്നത് വഹിയിന്റെ ഭാഗമാണ്. കേവലം മറന്നു കളയുന്ന ഒരു വസ്തുതയല്ല അവരുടെ സ്വപ്നം എന്ന് പറയുന്നത്, മറിച്ച് അത് വഹിയിന്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ പ്രഖ്യാപനമാണ്, പ്രിയപ്പെട്ട മകനെ, നിന്നെ അറുക്കുവാനായി. അതുകൊണ്ട് ഫൻദുർ മാദാ തറാ. ഈ വിഷയത്തിൽ നിന്റെ തീരുമാനം എന്താണ്? ഒരു മകൻ, ഒരു പ്രവാചകനായ ഒരു പിതാവ് മകനോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നു, എന്റെ പൊന്നുമോനെ, നിന്നെ അറുക്കുവാനായി നിന്റെ അഭിപ്രായം എന്താണ്? ഒരു പിതാവ് മകനോട് കാണിക്കേണ്ടുന്ന ധാർമ്മികമായ ബോധമാണ് അവിടെ. എന്തും ഏതും അടിച്ചേൽപ്പിക്കുകയല്ല ചെയ്യേണ്ടുന്നത്. ഒരുപക്ഷെ നമ്മൾ പറയുന്നത് യാഥാർത്ഥ്യമായിരിക്കാം, ആ മകന് ഉപകാരപ്പെടുന്നതായിരിക്കാം, പക്ഷെ ഉപയോഗിക്കേണ്ടുന്ന ശൈലി, ഒരു മകനോട് ചോദിക്കേണ്ടുന്ന ഉപദേശം, നിർദ്ദേശം, ആ വിഷയത്തിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന പിതാവ് 100 മാർക്കോട് കൂടി വിജയിച്ചിരിക്കുന്നു. ഫൻദുർ മാദാ തറാ. ഈ വിഷയത്തെ പറ്റി എന്താണ് നിന്റെ അഭിപ്രായം? മഹാനായ ഇസ്മാഈൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, ഖാല യാ അബതി ഫഅൽ മാ തുഅ്മർ. അതേ പ്രയോഗത്തിൽ തന്നെ വാപ്പ വിളിച്ചത് യാ ബുനയ്യ എന്നാണ്, എന്റെ പൊന്നു മോനെ എന്ന് അഭിസംബോധന ചെയ്തപ്പോൾ ആ പിതാവിനോട് മകൻ തിരിച്ച് അഭിസംബോധന ചെയ്യുന്നത് ഇത്തരത്തിലാണ്, യാ അബതി, എന്റെ പൊന്നു വാപ്പിച്ചി. അതാണ് സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങുക, ബഹുമാനം കൊടുത്ത് ബഹുമാനം വാങ്ങുക. അത് പ്രത്യേകിച്ച് മക്കളുടെയും മാതാപിതാക്കളുടെയും ഇടയിലുള്ള ബന്ധത്തെ സുസ്ഥിരമാക്കുന്നതാണ്. ഇത്തരത്തിൽ ആ മകൻ പ്രതികരിച്ചത് ഇങ്ങനെയാണ്, ഇഫ്അൽ മാ തുഅ്മർ. താങ്കളോട്, അങ്ങയോട് എന്താണോ കൽപ്പിക്കപ്പെട്ടത് അത് താങ്കൾ അനുസരിച്ചു കൊള്ളുക. അതിനപ്പുറത്തേക്ക് മകനായ ഇസ്മാഈലിന് ഈ വിഷയത്തിൽ യാതൊരു അഭിപ്രായ സ്വാതന്ത്ര്യവും ഇല്ല.
മകന്റെ തിരിച്ചുള്ള മറുപടി അത്തരത്തിലായിരുന്നു. എന്ന് മാത്രമല്ല, ഇത് കേട്ടപ്പോൾ ആ പിതാവിന്റെ ഉള്ളിൽ പിതൃത്വം എന്ന വൈകാരികമായ ഒരു വികാരം ഇങ്ങനെ തിരയടിച്ചുയർന്നപ്പോൾ അതിനോട് അനുബന്ധമായി ആ മകൻ പറഞ്ഞ ഒരു വാക്കുണ്ട്, സതജിദുനി ഇൻഷാ അല്ലാഹ്. ഇത്തരത്തിൽ ഒരു പിതാവ് എന്ന നിലയിൽ അങ്ങ് എന്നെ അറുക്കുവാൻ ഉദ്ദേശിക്കുന്ന സന്ദർഭത്തിൽ ഇൻഷാ അല്ലാഹ് മിനസ്സാബിരീൻ, ഏറ്റവും നല്ല ക്ഷമാശീലനായി എന്നെ അങ്ങേക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഒരു പിതാവിന്റെ പിതൃത്വം മകന്റെ കഴുത്തിൽ കത്തിവെക്കുന്ന സന്ദർഭത്തിൽ ഉണരും. അതിൽ നിന്ന് മനസ്സുകൊണ്ടെങ്കിലും അല്പം പിന്നോട്ട് പോയേക്കാം. അതല്ലെങ്കിൽ മകന്റെ ആ സമയത്തുള്ള ഭാവഭേദം പിതാവിന്റെ ഉള്ളിൽ ചിലപ്പോൾ തിരുത്തലുകൾക്ക്, തീരുമാന വൈരുദ്ധ്യങ്ങൾക്ക് ചിലപ്പോൾ വഴിയൊരുക്കിയേക്കാം. അതുകൊണ്ട് തന്നെ ആ മകൻ അടിവരയിട്ട് പറയുന്നു, ഇൻഷാ അല്ലാഹ് മിനസ്സാബിരീൻ, താങ്കൾക്ക് എന്നെ ഏറ്റവും നല്ല ക്ഷമാശീലനായി അങ്ങേക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതാണ് ചരിത്രം. ഈ ചരിത്രത്തിൽ നിന്നാണ് വർഷങ്ങളായി നാം ഉദ്ഹിയ്യത്ത് കേവലം വലിയ പെരുന്നാൾ എന്ന് പറയുമ്പോൾ ഉദ്ഹിയ്യത്ത് അറുക്കുക, ഭക്ഷിക്കുക എന്നത് മാത്രമായി നമ്മൾ പരിമിതപ്പെടുത്തരുത്. ഇതിന്റെ പിന്നിലെ ചരിത്രം, ആ ചരിത്രം നമുക്ക് പാഠ്യവിഷയമാകണം. ആ ചരിത്രം നമുക്ക് പ്രചോദനമാകണം. ആ പരീക്ഷണത്തിൽ, ആ പരീക്ഷയിൽ ആ പ്രിയപ്പെട്ട പിതാവും മകനും വിജയിച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ അടിവരയിട്ട് പറയുന്നു. എന്ന് മാത്രമല്ല, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വളരെ സന്തോഷകരമായ ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നു. സലാമുൻ അലാ ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ മേൽ സലാം. അല്ലാഹുവിന്റെ പ്രഖ്യാപനമാണ്. ഇബ്രാഹിമിന്റെ മേൽ സലാം. അല്ലാഹുവിന്റെ സലാമിന്റെ വാക്യം മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മേൽ ഇറങ്ങപ്പെടുന്ന അസുലഭ മുഹൂർത്തം, അതാണ് ചരിത്രം. ഈ ചരിത്രം ഉൾക്കൊള്ളുന്നവരാകണം ഓരോ വലിയ പെരുന്നാളുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇത്തരത്തിൽ ഒരു ചരിത്രത്തിന്റെ ആവർത്തനമാണ്, സ്മരണ പുതുക്കലാണ്, ചരിത്രാവർത്തനമാണ് നമ്മിലൂടെ കടന്നു പോകുന്നത് എന്ന ബോധ്യവും നമുക്കുണ്ടാകണം. അതുകൊണ്ട് ഉദ്ഹിയ്യത്ത് എന്ന് പറയുമ്പോൾ മൃഗങ്ങളിലേക്കല്ല നമ്മുടെ ചിന്ത പോകേണ്ടുന്നത്, മനുഷ്യരിൽ ഏറ്റവും ഉത്കൃഷ്ടരായിരുന്ന പ്രവാചക പിതാവ് പുത്ര ബന്ധത്തിലേക്കായിരിക്കണം നമ്മുടെ സ്മരണ ആദ്യമായി പോകേണ്ടത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകനേക്കാൾ, തന്റെ പത്നിമാരേക്കാൾ ഏറ്റവും കൂടുതൽ പ്രിയങ്കരമായി കണ്ടിരുന്നത് ഈ സമുദായത്തെയാണ്. സമുദായത്തിനെ ഇത്രത്തോളം സേവിച്ച, സമുദായത്തെ ഇത്രത്തോളം സേവിച്ച ഒരു പ്രവാചകൻ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രത്യേകത? തനിക്ക് വിവേകമുള്ള കാലം മുതൽ തന്നെ പിതാവിൽ നിന്ന് ഒറ്റപ്പെട്ടു, കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു, ജനതയിൽ നിന്ന് ഒറ്റപ്പെട്ടു, സമുദായത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു, നാട്ടിൽ നിന്ന് ഒറ്റപ്പെട്ടു. ഇത്തരത്തിൽ ഒറ്റപ്പെട്ട ഒരു ജീവിതം എന്തിനു വേണ്ടി? സമുദായത്തിന് വേണ്ടി, സമുദായത്തിനോടുള്ള ബാധ്യതയുടെ പേരിൽ, പ്രബോധനത്തിന്റെ പേരിൽ, ഇസ്ലാമിക പ്രചാരണത്തിന്റെ പേരിലായിരുന്നു അദ്ദേഹത്തിന് ഈ ഒറ്റപ്പെടലുകൾ അനുഭവിക്കേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ജീവിതം മുഴുവനും സമുദായത്തിന് വേണ്ടി മാറ്റിവെച്ചപ്പോൾ അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ ഒരു അംഗീകാരമുണ്ട്. ഇന്ന ഇബ്രാഹീമ കാന ഉമ്മ, ഇബ്രാഹിം നബി നിസാര ആളല്ല. ഇന്ന ഇബ്രാഹീമ കാന ഉമ്മ, ആ ഇബ്രാഹിം ഒരു വ്യക്തിയല്ല, ഒരു പ്രസ്ഥാനമാണ്. ഒരു പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്വം മുഴുവനും അദ്ദേഹം ഒറ്റയ്ക്ക് നിർവഹിച്ചു. കാന ഉമ്മതൻ, ഒരു സമുദായം, ഒരു ജനത. ആ ജനതയിൽ എത്രയോ വ്യക്തികളുണ്ടാകും. അവർ രാവും പകലും അധ്വാനിക്കാവുന്ന, ജോലി മുഴുവനും അധ്വാനം മുഴുവനും മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാഗത്ത് നിന്നുണ്ടായി. അതുകൊണ്ട് തന്നെ സമുദായത്തെ സ്നേഹിച്ച, സേവിച്ച പ്രവാചകന് അല്ലാഹു നൽകിയ അംഗീകാരമാണ് താങ്കൾ തന്നെ ഒരു സമുദായമാണ്. അല്ലാഹുവിന്റെ പ്രഖ്യാപനം അങ്ങനെയാണ്. അതോടൊപ്പം തന്നെ ചരിത്രത്തിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരു പേരുണ്ട്, ഒരു സ്ഥാനപ്പേരുണ്ട്. എന്താണ് ആ പേര്? അബുൽ ദീഫാൻ, അതിഥികളുടെ പിതാവ്. അറബികൾക്ക് അങ്ങനെ ഒരു ശൈലിയുണ്ട്.
ഇഷ്ടപ്പെട്ടതിലേക്ക് ചേർത്ത് പിതാവ് എന്ന പേരിടും. അബൂ ഹുറൈറ നമുക്കെല്ലാം സുപരിചിതമായ നാമമാണ്. അബൂ ഹുറൈറ എന്ന് പറഞ്ഞാൽ പൂച്ചക്കുട്ടിയുടെ പിതാവ്. കാരണം എന്താണ്? അദ്ദേഹത്തിന് പൂച്ചക്കുട്ടികളോട് വലിയ ഇഷ്ടമായിരുന്നു. ഒരു പിതാവ് തന്റെ മക്കളെ പരിചരിക്കുന്നത് പോലെ അദ്ദേഹം പൂച്ചക്കുട്ടികളെ വാത്സല്യത്തോടുകൂടി അദ്ദേഹം പരിചരിച്ചിരുന്നു. അതുപോലെ ഒരു പ്രയോഗമാണ് അബൂ ദിഫാൻ, അതിഥികളുടെ പിതാവ്. സ്വന്തം മക്കൾ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അവർക്ക് എങ്ങനെയാണോ ഒരു പിതാവ് ആതിഥ്യം നൽകുന്നത്, അതുപോലെയായിരുന്നു ഓരോ വ്യക്തികളെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മാനിച്ചിരുന്നത്, അദ്ദേഹം സൽക്കരിച്ചിരുന്നത്. ചരിത്രത്തിൽ അതുകൊണ്ട് തന്നെ അദ്ദേഹം അബൂ ദിഫാൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ ചരിത്രം, ഈ പേര് നമുക്ക് മാതൃകയാകണം. സമുദായത്തെ ചേർത്ത് പിടിക്കാൻ, ഒറ്റയ്ക്കും കൂട്ടമായും സമുദായത്തെ സേവിക്കാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവർക്ക് വേണ്ടി നന്മയുടെ മാർഗത്തിൽ സഞ്ചരിക്കാൻ നമുക്ക് ഈ പേര് ചരിത്രവും നമുക്ക് പ്രബോധനത്തിന്റെ മാർഗത്തിൽ നമുക്ക് പ്രചോദനമായി മാറേണ്ടുന്നതായിട്ടുണ്ട്. സമുദായത്തെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കണം. അതിന്റെ ഒരു സ്മരണ കൂടി പുലർത്തുന്നതാണ് ഇന്നത്തെ ദിവസം. നമ്മുടെ ചുറ്റുപാട് ഒരുപാട് മനുഷ്യരുണ്ട്. നമുക്ക് സുപരിചിതമല്ലാത്ത അഭിമാനം, മറ്റുള്ളവരുടെ മുന്നിൽ അഭിമാനത്തിന് ക്ഷതമുണ്ടാകുന്നതിന്റെ പേരിൽ ദാരിദ്ര്യം മറച്ചു വയ്ക്കുന്നവരുണ്ട്. പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും മറച്ചു വയ്ക്കുന്നവരുണ്ട്. നമ്മുടെ ചുറ്റുപാടുണ്ട്, നമ്മുടെ കുടുംബങ്ങളിലുണ്ട്, നമ്മുടെ അയൽപക്കങ്ങളിലുണ്ട്, നമ്മുടെ മഹല്ലുകളിലുണ്ട്, നാടുകളിലുണ്ട്. ഇതെല്ലാം അന്വേഷിക്കാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ്. നമ്മൾ അബൂ ദിഫാനായി മാറണം, അതിഥികളെ സൽക്കരിക്കുന്നവരായി മാറണം. അതിഥികളോടുള്ള സൽക്കാരം അത് നമ്മുടെ ബാധ്യതയാണ്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പ്രഥമമായ മൂല്യത്തിൽപ്പെട്ടതാണ് അതിഥി സൽക്കാരം എന്നുള്ളത്. നാം അറിയാതെ നമ്മുടെ ചുറ്റുപാട് ഒരുപാട് മനുഷ്യരുണ്ട്. ഈ കഴിഞ്ഞ ജൂൺ 4-ാം തീയതി ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മളൊരു വാർത്ത കണ്ടിരുന്നു. എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്നെനിക്കറിയില്ല. വളരെ പ്രാധാന്യത്തോടുകൂടി കേരളത്തിലെ ഒരു പ്രമുഖ മലയാളം ചാനൽ, ഒരു ന്യൂസ് ചാനൽ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയുണ്ട്. മഹാരാഷ്ട്ര എന്ന വലിയ ഒരു സംസ്ഥാനത്തിലെ ബീഡ് എന്ന് പറയുന്ന ഒരു ജില്ല, ബീഡ് ഇന്ത്യയിൽ വളരെ പ്രസിദ്ധമായ ഒരു സ്ഥലമാണ്. ആ സ്ഥലം അറിയപ്പെടുന്നത് തന്നെ കരിമ്പ് തൊഴിലാളികളുടെ ജില്ല എന്നാണ്. ബീഡ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ കരിമ്പ് ഉൽപാദനം നടത്തപ്പെടുന്ന ഒരു ജില്ലയാണ് മഹാരാഷ്ട്രയിലെ ബീഡ് എന്ന് പറയുന്നത്. ആ കരിമ്പ് പാടത്ത് തൊഴിലാളികളായിരുന്ന 843 സ്ത്രീകൾ, ഒന്നും രണ്ടുമല്ല, 843 സ്ത്രീകൾ അവർക്ക് ദിവസേന ദിനം പ്രതി അവർക്ക് തൊഴിൽ ചെയ്യുന്നതിന് വേണ്ടി 30-35 വയസ്സിനും ഇടയിൽ പ്രായമുള്ള 843 സ്ത്രീകൾ അവരുടെ ഗർഭാശയങ്ങൾ നീക്കം ചെയ്തിരിക്കുന്നു. എന്തിനു വേണ്ടി? ദിവസേന ജോലി ചെയ്യാൻ വേണ്ടി. അവർക്കുണ്ടാകുന്ന ശാരീരികമായ അസ്വസ്ഥതകൾ ഇല്ലാതാകുന്നതിന് വേണ്ടി, അവർക്കുണ്ടാകുന്ന മാസമുറകളുടെ പേരിൽ അവർക്ക് ജോലി നഷ്ടപ്പെടാതിരിക്കാൻ, ഗർഭിണികളായതിന്റെ പേരിൽ മാസങ്ങളോളം അവരുടെ തൊഴിൽ നഷ്ടപ്പെടാതിരിക്കാൻ. കാരണം ഒരു ദിവസം തൊഴിൽ നഷ്ടപ്പെട്ടാൽ തീരാവുന്ന സാമ്പത്തിക ഭദ്രതയേ ഉള്ളൂ ഈ സ്ത്രീകൾക്കും അവരുടെ കുടുംബത്തിനും. ഒരു ദിവസം ജോലി നഷ്ടപ്പെട്ടാൽ കരാറുകാർക്ക് മറുപടി പറയേണ്ടി വരും. തങ്ങളുടെ ശമ്പളങ്ങളിൽ നിന്ന് നിശ്ചിതമായ ഒരു തുക അവർ പിഴയായി ഈടാക്കും എന്ന കാരണത്തിനാൽ 843 സ്ത്രീകൾ 30-35 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർ ഗർഭാശയങ്ങൾ നീക്കം ചെയ്തു എന്ന് മഹാരാഷ്ട്ര ആരോഗ്യ വകുപ്പാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് അനൗദ്യോഗികമായ കണക്കല്ല. മഹാരാഷ്ട്ര സർക്കാർ ഔദ്യോഗികമായി ആരോഗ്യ വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്ന ഒരു സന്ദേശമാണ്. നോക്കൂ സഹോദരങ്ങളെ, അയൽ രാജ്യങ്ങളുടെ മേൽ ആധിപത്യമുണ്ട് എന്ന് അഭിമാനിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷെ ആഭ്യന്തരമായി 843 സ്ത്രീകളുടെ ഗർഭാശയങ്ങൾ സംരക്ഷിക്കാൻ ഈ ഭരണകൂടത്തിന് സാധിക്കുന്നില്ല എന്നത് എത്ര ഖേദകരമാണ്. അങ്ങനെയുള്ള ഒരുപാട് മനുഷ്യർ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട്, നമ്മുടെ ചുറ്റുപാടുകളിൽ ജീവിക്കുന്നുണ്ട്. അവരോട് വൈമുഖ്യം കാണിച്ചുകൊണ്ടാകരുത് നമ്മുടെ ഓരോ ആഘോഷങ്ങളും കടന്നു പോകുന്നത്. കവി പാടിയതുപോലെ, അടുത്തു നിൽപ്പോർ അനുജന നോക്കാൻ അക്ഷികളില്ലാത്തോർക്ക് അരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിനെന്താശ്ചര്യം. അടുത്തു നിൽക്കുന്ന സഹോദരനെ കാണാൻ
നമ്മുടെ കണ്ണുകൾക്ക് കാഴ്ചയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈശ്വരനെ, ദൈവത്തിനെ, പരച്ചവനെ നമ്മൾ കാണുന്നത്? എങ്ങനെയാണ് ദർശിക്കുന്നത്? അതുകൊണ്ട് നമ്മുടെ സഹോദരങ്ങളുടെ വിഷയത്തിൽ കൃത്യമായ അറിവ് നമുക്കുണ്ടാകണം. നമ്മുടെ ചുറ്റുപാട് ജീവിക്കുന്ന ഓരോ മനുഷ്യരെ പറ്റിയും നമുക്ക് ബോധ്യമുണ്ടാകണം. അവരുടെ ദിവസങ്ങൾ എങ്ങനെ കടന്നു പോകുന്നു, അവരുടെ മാസങ്ങൾ എങ്ങനെ കടന്നു പോകുന്നു എന്ന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. പ്രത്യേകിച്ചെങ്കിലും നമ്മൾ അതിവിശാലമായി പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ ദിവസങ്ങളിൽ അങ്ങനെ നമ്മളും അബൂദീഫാന്മാരായി മാറണം. അതിഥികളുടെ പിതാക്കന്മാരായി നമ്മളും മാറണം. പേരുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോടുള്ള ബന്ധം നമ്മൾ നിലനിർത്തണം. അപ്പോൾ അല്ലാഹു തആല മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് നൽകിയ ഒരു സ്ഥാനമുണ്ട്. വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല. ഇബ്രാഹിമിനെ ആത്മമിത്രമായി പടച്ച റബ്ബുരാൻ തിരഞ്ഞെടുത്തു. അല്ലാഹുവിന്റെ പ്രഖ്യാപനമാണ്, പരിശുദ്ധ ഖുർആനിന്റെ വാക്യമാണ്. ഇത്തരത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മാറിയപ്പോൾ ആത്മമിത്രമായി, ഖലീലായി പടച്ചവൻ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. ഇത്തരത്തിൽ അല്ലാഹുവുമായുള്ള ആത്മബന്ധം നമുക്കുണ്ടാകണം. പടച്ചവന്റെ മിത്രങ്ങളായി നമുക്ക് മാറണം. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങൾ ഇത്തരത്തിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സ്മരണയെ ഉണർത്തുവാനോ ആ സ്മരണയിലൂടെ നമ്മുടെ ജീവിതം അദ്ദേഹവുമായി ബന്ധപ്പെടുത്താനും സമുദായത്തെയും സമൂഹത്തെയും സേവിക്കാനും നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.